കൊലപാതകത്തിലും ആത്മഹത്യകളിലും അവസാനിക്കുന്ന അന്ധവിശ്വാസങ്ങൾ. ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും കൂടപ്പുറപ്പിനെയും ഉൾപ്പെടെ 4 പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ നന്തങ്കോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡൽ ജീൻസൺ രാജ ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെയുള്ള ആഭിചാരക്രിയകളിൽ ഏർപ്പെടുമായിരുന്നു പോലും. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുവാനുള്ള ആഭിചാരക്രിയ ആണത്രേ ആസ്ട്രൽ പ്രൊജക്ഷൻ. 2024 ഏപ്രിലിലാണ് തിരുവനന്തപുരം സ്വദേശിനി ആര്യ ബി നായർ, കോട്ടയം സ്വദേശികളായ നവീൻ തോമസ്, ഭാര്യ ഡോക്ടർ ദേബി തോമസ് എന്നിവരെ അരുണാചൽ പ്രദേശ് ലോവർ സുബൻഗിരി ജില്ലയിലെ ഹാപ്പോളിയിലെ ഹോട്ടൽ ബ്ലൂ പൈനിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ആഭിചാരക്രിയകൾക്കിടയിലാണത്രേ ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു പോലീസ് ഭാഷ്യം. ഇലന്തൂർ നരബലി. പത്തനംതിട്ട ഇലന്തൂരിൽ തിരുമൽ ചികിത്സാ കേന്ദ്രം നടത്തിയിരുന്ന ഭഗവത് സിംഗും ഭാര്യ ലൈലയും സഹായി മുഹമ്മദ് ഷഫയും ചേർന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നരബലി എന്ന രീതിയിൽ റോസ്ലിൻ, പത്മം എന്നീ 2 സ്ത്രീകളെ കഴുത്തറുത്തുകൊന്ന് ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ബാക്കി വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയും ചെയ്തത്. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ആറാലുംമൂട്ടിൽ ഗോപൻ സ്വാമി എന്ന 81കാരനെ കുടുംബാംഗങ്ങൾ സമാധിയിരുത്തിയത്. സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് സമാധിയായാൽ സ്വർഗരാജ്യപ്രവേശം സാധ്യമാകുമത്രേ. ഒരു സൈഡിൽ ചന്ദ്രനിൽ വാസസ്ഥലം ഒരുക്കുവാനും അന്യഗ്രഹങ്ങളിലേക്ക് ഷട്ടിൽ സർവീസ് നടത്തുവാനും ശ്രമിക്കുമ്പോഴാണ് മറു സൈഡിൽ ഈ ആഭിചാരക്രിയകൾ നടക്കുന്നത് എന്നോർക്കണം. സ്പേസ് യാത്ര കഴിഞ്ഞ് സുനിത വില്യംസും സ്പേസ് ക്രാഫ്റ്റ് സ്റ്റാർ ലൈനറും സുരക്ഷിതമായി ഭൂമിയിൽ തിരികെ എത്തിയിട്ടും കല്യാണം നടക്കാത്തതിനും കഷ്ടകാലത്തിനും ഇപ്പോഴും ചൊവ്വയ്ക്കും ശരിക്കുമാണ് പഴി. യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് അങ്ങനെ സമാധാനിക്കാമായിരുന്നു. എന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളിലും പെട്ടുപോകുന്നത് നമ്മൾ ഉന്നത എന്ന് വിചാരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ ഉള്ളവരാണ്. നമുക്ക് അജ്ഞാതമായ ഈ മേഖലകളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ചർച്ചയാണ് ഇന്ന് i2i ന്യൂസ് ഇവിടെ ഒരുക്കുന്നത്. അതിനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം ജവഹർ നഗറിൽ പ്രവർത്തിക്കുന്ന എൻലൈറ്റ് സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് സ്ഥാപകയും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ വാണി ദേവിയാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ വാണി ദേവിയെ. നമസ്കാരം ഡോക്ടർ. എൻ്റെ ആദ്യ ചോദ്യം ഇതാണ്: എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ? ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് സാധാരണ പറയുന്നത് നമ്മളുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തുകൊണ്ട് ഒരു കോസ്മിക് എനർജി ആക്കി ആ ഒരു കോസ്മിക് വേൾഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയുന്നത് പോലെ ശരീരത്തിനെ ഒരു കൂടായിട്ട് കൺസിഡർ ചെയ്താൽ എൻ്റെ ആത്മാവിനെ എടുത്ത് വേറൊരാളുടെ ശരീരത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നോ ഒന്നൊക്കെ ഉള്ള വിശ്വാസത്തിനെയാണ്. ഈ പറയുന്ന വിശ്വാസം അതൊരു വിശ്വാസം മാത്രമാണ്, അതൊരു മിത്ത് മാത്രമാണ്, അതൊരു സൂപ്പർസ്റ്റിഷൻ മാത്രമാണ്. അതിനെ ഒരിക്കലും ഒരു സയൻറ്റിഫിക് ബേസിസിൽ ഇത് എത്ര കണ്ട് എന്ത് കാര്യം ചെയ്താൽ ഇങ്ങനെ ഒരു കാര്യം നടക്കും, സയൻസ് എന്ന് പറയുന്നത് അതിന് കൃത്യമായ ദൃഷ്ടാന്തങ്ങളും അടിസ്ഥാനങ്ങളുമുണ്ട്. ഇന്ന രീതിയിൽ അത് റിപ്പീറ്റബിൾ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, എവിടെ നിന്ന് ചെയ്താലും ഇതിന് ഇതേ റിസൾട്ട് തന്നെ കിട്ടണം എന്നൊക്കെയുള്ള ഒരുപാട് ഒബ്ജക്റ്റിവിറ്റീസ് ഉള്ള ഒരു സാധനമാണ് സയൻസ് എന്ന് പറയുന്നത്. ഈ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ. ഇനി ഞാൻ പറയുന്നു എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന് ഇല്ലാത്തൊരു കഴിവുണ്ട് എന്ന് ഞാൻ ക്ലെയിം ചെയ്യാണ്. അത് ഒരു ഡെല്യൂഷനാണ്, അതൊരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. അതിന് ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിന് ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ല. ഈ പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള വേർഡൊക്കെ വെസ്റ്റേൺ ഇതിൽ നിന്ന് വന്ന സാധനമാണ്. നമ്മുടെ നാട്ടിലും ഒരു ഈസ്റ്റേൺ കൾച്ചറിലും ഇതുപോലെയുള്ള കാര്യങ്ങളും യോഗനിദ്രയിലൂടെ സെപ്പറേറ്റഡ് ആവാൻ പറ്റും എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെ ഒന്നും തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. അതുകൊണ്ട് തന്നെ അത് സയൻസ് അല്ല. ഇപ്പം ഈ പുരാണങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് പരാമർശമുണ്ട്. പല ഋഷിവര്യന്മാർക്കുമൊക്കെ ഈ ഒരു കഴിവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും രസകരം എന്ന് പറയുന്നത് വളരെയേറെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതിന് ഇപ്പോൾ അടിമകളായി പോവുകയും ചെയ്യുന്നത്. അന്നേരം അങ്ങനെ ആളുകളെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള ഇതിൽ അവർ പരിശീലിക്കുകയും അതിലേർപ്പെടുകയും ചിലർ കൊലപാതകം നടത്തുന്നു, അതുപോലെ തന്നെ സ്വയം ഇല്ലാതാകുന്നു, ആത്മഹത്യ ചെയ്യുന്നു,
അങ്ങനെയുള്ള നിരവധി ഇൻസ്റ്റൻസ് നമ്മുടെ മുന്നിൽ ഉണ്ട്. അന്നേരം എന്തുകൊണ്ടാണ് ഈ വളരെ അഭ്യസ്ത വിദ്യ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക് ഇതിലേക്ക് വീണു പോകുന്നത്? നമ്മുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ എത്ര കണ്ട് വിദ്യാഭ്യാസം നമുക്കുണ്ട് എന്നുള്ളതും നമ്മളുടെ വിവേകവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഇനി ഇതിനെല്ലാം അപ്പുറം നമ്മുടെ ലൈഫ് സ്കില്ലും പലപ്പോഴും നമ്മൾ ദൈവത്തിനെ വിളിക്കുന്ന വളരെ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആ ദൈവത്തിനെ സന്തോഷത്തോടെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് പോലും ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ്. അപ്പൊ ഈ ക്രൈസിസ് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലാക്ക് ഓഫ് കോപ്പിംഗ് സ്ട്രാറ്റജി പ്ലസ് ഹൈലി വൾണറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അത്രയും വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യരാണ് സാധാരണ ഇതുപോലെയുള്ള പ്രലോഭനങ്ങളിൽ വീണു പോകാറുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവവിശ്വാസത്തെ പോസിറ്റീവായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടും പറയുന്നത് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത് എന്തും അമിതമായാലാണ് വിഷമാകുന്നത്. സാധാരണഗതിയിലുള്ള പോസിറ്റീവായിട്ട് ദൈവവിശ്വാസം കൊണ്ട് നടക്കുന്നു, അത് വേറൊരാളെ ഹാം ചെയ്യുന്നില്ല, അവനവനെ ഹാം ചെയ്യുന്നില്ല, അവനവൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനവൻ്റെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് സമൂഹം ഒന്നടങ്കം അതിനെ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. പക്ഷെ ഇതിൽ ഏതൊരു പ്രവൃത്തിയും അമിതമായാൽ, അത് ഈവൻ നോർമൽ റിലീജിയോസിറ്റി പോലും അമിതമായാൽ അതൊരു മാനസിക രോഗത്തിന്റെ ലക്ഷണം തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് 15 പ്രാവശ്യം മുങ്ങിക്കുളിച്ച് അമ്പലത്തിൽ പോയിട്ടേ എനിക്ക് സ്വസ്ഥത കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവനവൻ്റെ ജോലിക്ക് പോലും കൃത്യമായ സമയത്ത് പോകാതെ പൂജയും കൊണ്ടിരുന്നാൽ അവനവന് വരുമാനം ഉണ്ടാക്കാനുള്ളൊരു വഴിയില്ലാതെ ഇതിലേക്ക് അമിതമായി പോയാൽ അത് റിലീജിയോസിറ്റിയാണ്, ആരെയും ഹാം ചെയ്യുന്നില്ല. പക്ഷെ അവനവൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മാറി നിന്ന് അത് ചെയ്താൽ അത് ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിനെ നമുക്ക് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് അംഗീകരിക്കാനും പറ്റില്ല. അത് അവരുടെ കോപ്പിംഗ് സ്ട്രാറ്റജീസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, വൾണറബിൾ ആയതുകൊണ്ടാണ്. അവർക്ക് അമിതമായ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് വീണ്ടും സൂപ്പർസ്റ്റിഷൻ എന്നുള്ള നിലയിലേക്ക് പോകും. അപ്പം ഇവിടെ ഈ പറയുന്ന പ്രത്യേകിച്ചും ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നും അല്ലെങ്കിൽ ദുർമന്ത്രവാദം എന്നും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ പ്രലോഭിപ്പിക്കുന്നത് പലപ്പോഴും മനുഷ്യരുടെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഫിനാൻഷ്യലായിട്ടോ ഒക്കെ ഉള്ള വീക്ക്നെസ്സസിനെ ചൂഷണം ചെയ്യുന്ന മറ്റ് ചില ശക്തികൾ, അതിനെ ഞാൻ ക്രിമിനൽ സ്വഭാവമുള്ളവർ എന്ന് തന്നെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെയുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്നതിനകത്ത് വീണു പോകുന്ന മാനസിക സ്ഥിതിയുള്ളവരാണ് ഇതിലേക്കൊക്കെ ചെന്ന് ചാടുന്നത്. ഡോക്ടർ പറഞ്ഞു അമിതമാകാതിരുന്നാൽ, അതായത് വിശ്വാസമാണെങ്കിലും ഇങ്ങനെയുള്ള ദൈവവിശ്വാസങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും അമിതമാകാതിരുന്നാൽ, ഇപ്പം മദ്യപാനത്തിന്റെ കാര്യം ചിലർ പറഞ്ഞ പോലെ അമിതമാകാതെ, ചില ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് അത് വളരെ നിയന്ത്രണ വിധേയമായി നിങ്ങൾ അമിതമാകാതെ മദ്യപിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിന്റെ പരിധി, അറ്റ് വാട്ട് എക്സ്റ്റെന്റ് എന്ന് പറയുന്ന ആ ഒരു പരിധി ആർക്ക് നിശ്ചയിക്കാൻ സാധിക്കും? അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കുവാൻ സാധാരണക്കാരന് സാധിക്കുമോ? അതല്ല, ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ, അതായത് ഇത് അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുന്ന, ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത അവസ്ഥ. അന്നേരം ഇതിനെ എങ്ങനെ ഒരു പരിധി നിശ്ചയിക്കാൻ സാധിക്കും? ഹെൽത്തി ആയിട്ട് മദ്യപാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് വിഷം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് മദ്യപാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെയല്ല നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എനിക്ക് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണുള്ളതെങ്കിൽ, പൊതുവെ ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ള മനുഷ്യരെല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണൽ ആണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും ഇതെൻ്റെ വിധിയാണ് അല്ലെങ്കിൽ ദൈവനിശ്ചയം ഇങ്ങനെയാണ്, ഇത് എൻ്റെ യോഗമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ പല കാര്യങ്ങൾക്കും ന്യായീകരണം കണ്ടെത്തുന്ന, അതിൽ നിന്ന് മനസമാധാനം കണ്ടെത്തുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അതേസമയം വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരുടെ വിശ്വാസം, അല്ലെങ്കിൽ അവിടെ കൂടുതൽ കാണുന്നത് അവരുടെ വിശ്വാസം എന്നുള്ളതല്ല, പൊതുവെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത് ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. അവിടെ അവർ വിശ്വസിക്കുന്നത് കൂടുതൽ സെൽഫിലാണ്. ഞാനാണ് എല്ലാത്തിനും ആധാരം, ഞാൻ ചെയ്യുന്നതാണ്
എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് വരാൻ പോകുന്നത്. ഈ രീതിയിലാണ് വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ തിരിച്ച് ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അതൊരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആക്കിയെടുത്ത് നമ്മുടെ മനസമാധാനത്തിന് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് ഈസ്റ്റേൺ കൺട്രീസിലുള്ള മനുഷ്യർക്ക് പൊതുവേ ഉള്ളത്. ഇതിന് ആരളവുകോല് നിശ്ചയിക്കും എന്ന് പറഞ്ഞാൽ, ഏതൊരു കാര്യവും നമ്മളുടെ നോർമൽ പാറ്റേൺ ഓഫ് ലൈഫിനെ ഹിൻഡർ ചെയ്യാതെ പോകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അക്സെപ്റ്റബിൾ എന്നുള്ള നിലയിൽ പറയാൻ പറ്റും. ഇപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നതും രാവിലെ എഴുന്നേൽക്കുന്നു, ഞാനൊരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്കോ അല്ലെങ്കിൽ എനിക്കോ ബുദ്ധിമുട്ടുകളില്ല. അതേപോലെ തന്നെ ഈ പ്രാർത്ഥന കൊണ്ട് എനിക്ക് മനസ്സമാധാനം കിട്ടുകയും ചെയ്യുന്നു, എൻ്റെ പ്രൊഡക്ടിവിറ്റി എനിക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അത് അക്സെപ്റ്റബിൾ ആണ്. അതേസമയം ഇതേ ദൈവവിശ്വാസം തന്നെ ഞാൻ ഇങ്ങനെ 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്, നീയും അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ അംഗീകരിക്കൂ എന്ന് പറയുന്ന സ്ഥലത്ത് അത് മറ്റൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. അതിനെ നമുക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എപ്പോഴാണ് സൂപ്പർസ്റ്റീഷ്യൻ ആകുന്നത്? ദൈവവും ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് മറ്റുള്ളവരെ ഹാം ചെയ്യാൻ തുടങ്ങുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവനവനെ തന്നെ ഹാം ചെയ്യാൻ തുടങ്ങുന്ന സ്ഥലത്താണ് ഇത് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുവാൻ കാരണം, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ കേതൽ ജിൻസ് രാജ എന്ന ഒരു യുവാവ് മാതാപിതാക്കളെ അടക്കം സഹോദരിയെ അടക്കം 4 പേരെ മൃഗീയമായി കൊലപ്പെടുത്തി. അതുപോലെ കഴിഞ്ഞ വർഷം 2024 വളരെ പ്രമുഖ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ദേവി, അവരുടെ ഭർത്താവ്, അവരുടെ കൂട്ടുകാരി, ആ 3 പേരും അരുണാചൽ പ്രദേശിൽ പോയി ഒരു ഹോട്ടൽ മുറിയിൽ അവർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. അപ്പോഴും പറഞ്ഞു കേട്ടത് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരു ഇത് സംഭവിച്ചത് എന്നാണ്. അതായത് അവർ വിശ്വസിച്ചു ആ കാലയളവിൽ അരുണാചൽ പ്രദേശ് പോലുള്ള ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ പോയി അവർ മരണം പ്രാപിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നൊരു ബിലീഫ് അവർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ യാഥാർത്ഥ്യം പോലീസ് ഭാഷ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ഇടയിൽ ഗോപൻ സ്വാമി, നെയ്യാറ്റിൻകരയിൽ നമ്മൾ എല്ലാവരും കണ്ടു ഗോപൻ സ്വാമിയുടെ സമാധി. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് അദ്ദേഹം മരണം പ്രാപിക്കുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു. അന്നേരം ആ ദിവസം മരണം ഉറപ്പാക്കുവാൻ വേണ്ടി അവരുടെ പിതാവ് പറഞ്ഞതനുസരിച്ച് ക്രമീകരണങ്ങളെല്ലാം ചെയ്തു എന്നാണ്. അന്നേരം ഈ അടുത്തടുത്തുണ്ടായ ഈ 3 സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ ഡോക്ടർ പറഞ്ഞതുപോലെ നല്ലതാണ്. അവനവന്റെ ഒരു അതിരുവിടാതിരുന്നു കഴിഞ്ഞാൽ വിശ്വാസങ്ങൾ നല്ലതാണ്. പക്ഷേ ഇവിടെ അതിരുവിടുന്നു. നമ്മൾ പറയുന്നു നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു, നമ്മൾ മറ്റ് അന്യഗ്രഹങ്ങളിൽ വരെ പോകുന്നു, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഈ പറയുന്ന പോലെ ആസ്ട്രൽ പ്രൊജക്ഷനും ഓജോ ബോർഡും മറ്റേ ദേഹി വേർപെടുത്തലും ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുമായി കൊലപാതകങ്ങൾ നടക്കുന്നു, ആത്മഹത്യകൾ നടക്കുന്നു, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ഇവരെല്ലാം ഇത്തരം സ്വഭാവ സവിശേഷതകളെല്ലാം ഒന്നെങ്കിൽ നമ്മുടെ വീടുകളിലോ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ ചുറ്റുപാടുകളോ ഉണ്ട്. നമുക്ക് ഇവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ അവരവർക്ക് തന്നെ സ്വയം ഇത് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അന്നേരം ഇത് വലിയൊരു വെല്ലുവിളിയല്ല. ഇതിനെ നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന തരത്തിൽ മനുഷ്യർ സൂപ്പർസ്റ്റീഷ്യസ് ആകുന്നു, അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യസ് ആകുന്നത് കൊണ്ട് അവനവൻ്റെ ജീവനോ മറ്റുള്ളവരുടെ ജീവനോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എങ്ങനെ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഇവർക്ക് സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് ഉണ്ടെങ്കിൽ, ഇപ്പം പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്, രാത്രി ഒരു സമയത്തിന് ശേഷമുള്ള സമയത്ത് പലയിടത്തുനിന്നും പൂജകൾ നടക്കുന്നതായിട്ടും, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്, നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഇവർ പൊതുവെ സോഷ്യലി വിഡ്രോൺ ആയിരിക്കും. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള പലരെയും നമ്മളിപ്പോൾ പല കേസുകൾ എടുത്ത് കാണുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല കേസുകളിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റുന്ന കാര്യം, ഇവർ സോഷ്യലി വിഡ്രോൺ ആണ്. വലിയ ഫ്രണ്ട്ഷിപ്സോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരുമായിട്ട് വലിയൊരു കോണ്ടാക്റ്റ് ഒന്നും ഇവർ കീപ്പ് ചെയ്യില്ല. ഒരു സീക്രസി എപ്പോഴും ഇവർ കീപ്പ് ചെയ്യും.
അത് ഏതൊരു കേസിൽ നമ്മൾ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ സീക്രസി കീപ്പ് ചെയ്ത് തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാതെ അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ ഒരു തൊട്ടടുത്ത വീട്ടിൽ ഒരു ചടങ്ങ് നടന്നാലോ അല്ലെങ്കിൽ അവിടെ ഒരു ദുരന്തമുണ്ടായാലോ പോലും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് താമസമുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ എന്നുള്ളത്. കാര്യം മനുഷ്യൻ അങ്ങനെ ജീവിക്കേണ്ടുന്ന വ്യക്തിയല്ല. മനുഷ്യനെന്ന് പറയുന്നത് സമൂഹവുമായി ഇടപെട്ട് ജീവിക്കേണ്ടുന്ന ഒരു സോഷ്യൽ ആനിമലാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചവർ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഇങ്ങനെയുള്ളവരെല്ലാവരും സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഉള്ളവരായിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ അതിനുള്ള സാധ്യതയും ഉണ്ട്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ആവാം. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കാണിക്കാൻ പറ്റാത്തുന്ന, സീക്രസി കീപ്പ് ചെയ്യേണ്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഈ പറയുന്ന മനുഷ്യരിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. പിന്നെ ഇപ്പോൾ ഈ പലപ്പോഴും ഒരു കുടുംബം മുഴുവനൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്കായിരിക്കും ഇതുപോലെയുള്ള മാറ്റങ്ങളും ഈ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സും, പ്രത്യേകിച്ച് ഡെവിൾ വർഷിപ്പ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഒരു വ്യക്തിക്കൊക്കെ ആയിരിക്കും. അവരിലും ആദ്യം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സോഷ്യൽ വിഡ്രോവലാണ്. സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് വ്യക്തികളുമായിട്ട് ഇൻ്ററാക്ഷൻസ് ഇല്ലാതെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എപ്പോഴും മുറിയിൽ അടച്ചിരിക്കുക, ഫോണിൽ തന്നെ ഇത് ചെയ്യുക, രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള സംസാരം, മറ്റാൾക്കാരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത് വളരെ കുറയുക എന്നൊക്കെ വരുന്നത് എപ്പോഴും അതൊരു റെഡ് സിഗ്നൽ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ആണ്. അത് എന്തിൻ്റെയൊക്കെ റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ളതും ക്വസ്റ്റനബിൾ തന്നെയാണ്. കാര്യം ഒരു ഡിപ്രഷൻ്റെ സിംറ്റമും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. വിഡ്രോവലും അവർക്ക് രഹസ്യ സ്വഭാവങ്ങളല്ല കൂടുതലുണ്ടാവുന്നത്, ഒരു സോഷ്യൽ വിഡ്രോവൽ ഒരു മേജർ ഡിപ്രസീവ് സിംറ്റമാണ്. അതേസമയം ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നതും ഇതുപോലൊരു സോഷ്യൽ വിഡ്രോവലും പിന്നെ അതേപോലെ തന്നെ അവർക്ക് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, അതുപോലെ അവർക്കൊരു രഹസ്യ സ്വഭാവവും കൂടെ ഉണ്ടാവും. ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന അല്ലെങ്കിൽ അടിമപ്പെടുന്ന വ്യക്തികൾക്ക് കുറേ കൂടെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഹൈലി സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റൊരാൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതുപോലെ ഇലന്തൂരിൽ നടന്ന നരബലി, അപ്പം നരബലിയെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ഒന്ന്, അത്തരത്തിലുള്ള സാമ്പത്തിക വർധനവിന് വേണ്ടിയും അഭിവൃദ്ധിക്ക് വേണ്ടിയും ഒക്കെ നടത്തിയ നരബലിയാണെന്ന് പറയുന്നു. മറ്റൊരു സൈഡിൽ പറയുന്നത് ഒരു ഓർഗൻ മാഫിയയാണ് പിന്നിൽ എന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും കേസന്വേഷണവും പോലീസിന്റെ എല്ലാം ഭാഷ്യം ഇതൊരു നരബലിയാണ്, മറ്റുള്ള ഓർഗൻ ട്രേഡ് ഒന്നും ഇല്ല എന്ന തരത്തിലാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുവാൻ അല്ലെ വർദ്ധിക്കുവാൻ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തികളാണോ, എന്തായിരിക്കാം അതിന്റെ കാരണം, അല്ലെ എന്തൊരു റീസണിലാണ് ഇത്തരം ഒരു വിശ്വാസം വർദ്ധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഓരോ വ്യക്തിയുടെയും വീക്ക്നെസ്സസിനെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെ അത് അവനവൻ്റെ അഭിവൃദ്ധിക്ക് ഉപയോഗപ്പെടുത്താം എന്ന തലത്തിൽ ചിന്തിക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള മനുഷ്യർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ പറയുന്ന നരബലിയോ ആസ്ട്രൽ പ്രൊജക്ഷനോ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് നിന്റെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നീ ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യണം, കാത്തിരുന്ന ഒരു കാര്യം നടത്തിയെടുക്കുക എന്നല്ല, അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം നടത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഇപ്പം എനിക്കൊരു വസ്തു ഉണ്ട്, ആ വസ്തു എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല, ആ വസ്തു വിറ്റിട്ട് വേണം എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഈ കർമ്മം ചെയ്താൽ നിങ്ങളുടെ ഈ വിറ്റ് കിടക്കാതെ പോകുന്ന വസ്തു വിറ്റുപോകും എന്ന് പറഞ്ഞ് അവൻ്റെ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. എന്നിട്ട് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഈ വസ്തു വിറ്റൊന്നും പോകാൻ പോകുന്നില്ല. ഈ വസ്തു വിൽക്കേണ്ടുന്ന സമയം വരുമ്പോൾ അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ബയറെ കിട്ടുമ്പോൾ മാത്രം അത് വിറ്റുപോകും. എവിടെയെങ്കിലുമൊക്കെ വളരെ യാദൃശ്ചികമായി ചിലപ്പോൾ ഈ സ്വാമിയുടെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യരുടെ അടുത്തോ പോയി ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സമയവും ഈ വസ്തു വിറ്റ സമയവും ഒക്കെ കോറിലേറ്റ് ചെയ്ത് ഒരുമിച്ച് സംഭവിച്ചു എന്നൊക്കെ വരാം. അതുമെല്ലാം ചാൻസസ് മാത്രമാണ്, അല്ലാതെ ഇതുകൊണ്ട് അത് സംഭവിച്ചു എന്നൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും പലപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഈ പറയുന്ന അത്രയും ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത വണ്ണം ഒരു സംഘർഷത്തിൽ നിൽക്കുന്ന മനുഷ്യരാണ് പലപ്പോഴും ഇതിനകത്തേക്ക് വീണു പോകുന്നത്. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കും ആൾക്കാരെ വീഴ്ത്തണം എന്നുള്ളവർ സാധാരണ നമ്മൾ പറയാറുണ്ട്, വഴിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകണം എന്ന പ്ലാൻ ഉണ്ടെങ്കിൽ അയാൾ കൃത്യമായി
ഈ കൃത്യം എപ്പോൾ നടത്താം എന്നുള്ളതിനെ നിരീക്ഷിച്ച് ഈ കുട്ടിയുടെ എല്ലാ മൂവ്മെൻറ്റും നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും അവരിയ്ക്കുക. ദാറ്റ് ഇസ് എ ക്രിമിനൽ ബിഹേവിയർ. അതുപോലെ തന്നെ എൻ്റെ ഈ വിശ്വാസങ്ങളിലേക്ക് എനിക്ക് വേറെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളവർ വലവിരിച്ച് കാത്തിരിക്കുക തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വീക്ക്നെസ്സസ് എന്താണ് എന്നുള്ളത് അറിയാൻ വലവിരിച്ച് കാത്തിരിക്കുക തന്നെയാണ്. അങ്ങനെയുള്ള വീക്ക് സ്പോട്സിൽ തന്നെയായിരിക്കും ഇവര് പോയി പ്രലോഭിപ്പിച്ച് ഇതിനകത്തേക്ക് വീഴ്ത്താനും സാധ്യതയുള്ളത്. ഡോക്ടർ, ഇത്തരം മാനസിക വൈകല്യങ്ങളെ അല്ലെ ഇത്തരം മാനസിക രോഗങ്ങളെ വളർത്തുന്നത് നമ്മുടെ നിലവിലുള്ള ഈ ദൈവസങ്കല്പങ്ങളും അല്ലെങ്കിൽ ഈ മത കച്ചവടക്കാരും നമ്മുടെ ഒരു സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ആത്മീയതയുടെ മുഖംമൂടി ധരിച്ച് നടക്കുന്നവരും ഒക്കെ അല്ലേ ഒരു പരിധിവരെ ഇത്തരം അന്ധവിശ്വാസങ്ങളെ അല്ലെ മാനസിക വൈകല്യങ്ങളെ ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവവിശ്വാസം എന്ന് പറയുന്നതിനെ നമുക്ക് മാനസിക വൈകല്യം എന്ന് പറയാനൊന്നും പറ്റില്ല. ദൈവവിശ്വാസം എന്നല്ല, പൊതുവെയുള്ള വിശ്വാസങ്ങളെ, റിച്വൽസിനെയും എല്ലാ റിച്വൽസിനെയും ഒന്നും നമുക്ക് മാനസിക വൈകല്യം എന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴാണ് അതൊരു മാനസിക വൈകല്യമാകുന്നത്? നമ്മളുടെ നോർമൽ പ്രവർത്തികളെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ നോർമൽ പ്രവർത്തികളെയോ ഹാം ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലേക്ക് അത് പോകുമ്പോഴാണ് അത് ഒരു മാനസിക വൈകല്യത്തിൻ്റെ ഭാഗമാകുന്നത്. സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വീക്ക്നെസ്സസിനെ ചൂഷണം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള അല്ലെങ്കിൽ ചൂഷണം ചെയ്ത് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാ വിശ്വാസികളും അങ്ങനെയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ ഇതിന് നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ? അതായത് ഇത്രയും കൂടി ഒരു ഹെൽത്തി വേ ഓഫ് തിങ്കിങ്, ഇതിനെ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടൊന്ന് സമീപിക്കുവാൻ നമ്മുടെ സമൂഹത്തിന് നൽകാവുന്ന ഒരു സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെയുള്ള മനുഷ്യരുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി നമുക്ക് അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് നമുക്ക് ആവശ്യപ്പെടാം ഇത് അന്വേഷിക്കണം എന്നുള്ളത്. പലപ്പോഴും ഇതുപോലെയുള്ള ഹൈലി സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരുടെ മാനസിക നില ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. അവർക്ക് മാനസികമായ ചികിത്സകൾ ആവശ്യമുള്ളവർക്ക് അത് നേടിക്കൊടുക്കാനായിട്ട് കഴിയണം. അതിന് സമൂഹം ഒന്നടങ്കം തന്നെ വിചാരിക്കേണ്ടുന്നതുണ്ട്. അപ്പോൾ മാനസികമായ പ്രശ്നങ്ങളും മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളും പലപ്പോഴും ഇതുപോലെയുള്ള സൂപ്പർസ്റ്റീഷൻസും അല്ലെങ്കിൽ ഡെല്യൂഷൻസും ഒക്കെ ഉണ്ടാവാം. ഞാൻ ദൈവമാണെന്നും എനിക്ക് ഭയങ്കര കഴിവുകളുണ്ടെന്നും എനിക്ക് അമാനുഷിക ശക്തി ഉണ്ടെന്നും എനിക്ക് ഒരാളുടെ ആത്മാവിനെ എടുത്ത് വേറൊരാളുടെ തലത്തിലോട്ട് കൊണ്ടുവെക്കാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള ചിന്തകൾ ഡെല്യൂഷൻ തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുള്ള മനുഷ്യരെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വിധേയരാക്കേണ്ടുന്നതാണ്, ചികിത്സ കൃത്യമായി നൽകേണ്ടുന്നതാണ്. ഇനി ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡ് പറഞ്ഞാൽ, ഇനി അതിൻ്റെ ഒരു മറുപുറം എന്ന് പറയുന്നത് ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞാൽ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹവും പാരൻസും എല്ലാവരും കൂടെ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടാണ് ഒരു കുട്ടിയിൽ നിന്ന് അയാൾ ഒരു മനുഷ്യൻ ഒരു അഡൾട്ടായി മാറുന്നതും അതിനോടൊപ്പം അയാളുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നതും. ഈ സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടും സെൽഫ് കോൺഫിഡൻസ് ഉള്ള വളരെ റെസ്പോൺസിബിൾ സെൻസ് ഉള്ള ഒരു ഉത്തരവാദിത്വ ബോധവും അത്രയും ആത്മവിശ്വാസവുമുള്ള ഒരു മനുഷ്യനായിട്ട് അയാളെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉള്ള, സ്ട്രെസ് ഇല്ലാത്ത ലൈഫൊന്നുമില്ല. നമ്മളുടെ ആരുടെ ജീവിതം നോക്കിയാലും പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവുകൾ ഒന്നുകിൽ അവനവൻ ആർജിച്ചെടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ്ലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ സർക്കിൾ നമുക്കുണ്ടാവണം, ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന വ്യക്തികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവ് തന്നെയാണ്. ഇന്ന് പലപ്പോഴും ഇത്തരം ഒരു മാനസിക വൈകല്യങ്ങളെ ഏതെങ്കിലും ഒരു കേസിൽ പ്രതി പിടിക്കപ്പെടുമ്പോൾ, കൊലപാതക കേസിലോ ഏതെങ്കിലും കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ടൂളായിട്ട് യഥാർത്ഥത്തിൽ ഇന്ന് ഇത് യൂസ് ചെയ്യപ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിലും ഇത്തരത്തിലുള്ള ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള ഒരു പദം വരികയും അതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ വരികയും അതെല്ലാം കേസിനെ സ്വാധീനിക്കുകയും ചെയ്തതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമുഖനായ ഒരു IAS ഓഫീസർ ഒരു വാഹനാപകടം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ രക്ഷപ്പെടുവാൻ കേട്ട ഒരു പദം ഇതാണ്, റിട്രോഗ്രേഡഡ് അംനീഷ്യ. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള ചില ഈ പദങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ബോധപൂർവം ഉപയോഗിക്കുന്നില്ലേ?
നമ്മുടെ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, ബോധപൂർവം ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയാം. പക്ഷേ അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മളൊരു മാനസിക രോഗി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാനസിക രോഗത്തിന് ചികിത്സ എടുക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോഴും ആൾ മെഡിക്കലി ഒരു മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്, ലീഗലി മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ടാണ്. അതായത് ഈ കൃത്യം ചെയ്യുന്ന സമയത്ത് ഓൺ ദ സ്പോട്ട് ഓഫ് കമ്മിറ്റിംഗ് ദ ക്രൈം ഈ വ്യക്തിക്ക് ആ ക്രൈമിൻ്റെ പ്രത്യാഘാതം എന്താണെന്നോ അതൊരു ക്രൈമാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ മാനസിക നില തകർന്നിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ മാത്രമാണ് അതിനെ നമുക്കൊരു ലീഗൽ മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ ലീഗലി ദ പേഴ്സൺ സൈക്യാട്രിക് എന്ന് പറയാൻ പറ്റുന്ന കണ്ടീഷൻ. മറ്റത് മെഡിക്കൽ കണ്ടീഷൻസിൽ, സൈക്യാട്രിക് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർക്ക് പല ആൾക്കാർക്കും ഇതുപോലെ പ്ലാൻ ചെയ്ത് ക്രിമിനൽ സ്വഭാവം കാണിക്കാൻ പറ്റുന്ന മനുഷ്യരുമുണ്ട്. അപ്പോൾ മിക്കവാറും അവർക്ക് എന്താണ് ഈ പറയുന്ന ക്രൈമെന്നും ആ ക്രൈമിൻ്റെ ആഘാതം എന്താണെന്നും കൃത്യമായി അറിയുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടില്ല. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുവാൻ സമയമായി. എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഡോക്ടർക്ക് പറയുവാൻ അവസാനമായി നൽകാൻ പറ്റാവുന്ന ഒരു സന്ദേശമാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരോട്. സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പലപ്പോഴും നമ്മൾ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ, ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്നൊരു കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ പൊട്ടൻഷ്യലിനും അപ്പുറമായിട്ടുള്ളൊരു കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് പലരെയും സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾക്ക് ആദ്യം വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യത്തിലുള്ള, സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ്. എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യരോടുള്ള എൻ്റെ വിശ്വാസമാണ്. ഈ ഇമ്മീഡിയറ്റ് മനുഷ്യർ അവരിന് സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ അമ്മ ഹൈലി സൂപ്പർസ്റ്റീഷ്യസ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാനും അതിലേക്ക് പോയി. സ്വാഭാവികമായി അതിനുള്ള സാധ്യതകളുണ്ട്. കാര്യം ഫാമിലിക്ക് അത്രയധികം ഇൻഫ്ലുവൻസ് നമ്മുടെ തോട്ട്സിലും നമ്മുടെ ഇമോഷൻസിലും ഉണ്ട്. പക്ഷെ അപ്പോഴും എത്രത്തോളം ഒബ്ജക്റ്റീവായിട്ട് ഒരു കാര്യത്തിനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഒരു സയൻറ്റിഫിക് ബേസിസ് എല്ലാ കാര്യത്തിനകത്തും ഡെവലപ്പ് ചെയ്തെടുക്കുക, യുക്തിബോധം ഉണ്ടാക്കിയെടുക്കുക, അവനവൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടാകുക, റെസ്പോൺസിബിലിറ്റി, ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തിനോട് നമുക്ക് വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി, അവനവനോട് വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയാൽ നമുക്ക് പൊതുവെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും, ഇനി ആരെങ്കിലും നമ്മളെ അതിനകത്തോട്ട് പ്രലോഭിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വേണ്ട വിധം അതിനോട് വളരെ അസേർട്ടീവായിട്ട് നോ പറഞ്ഞു പോകാനും നമുക്ക് സാധിക്കും. ഈ ചർച്ച ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. കാലിക പ്രസക്തമായ ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ വാണി ദേവിയോടുള്ള നന്ദി i2i ന്യൂസ് പ്രേക്ഷകരുടെ നാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.